കഴിഞ്ഞ ദിവസമാണ് കരിഷ്മ കപൂറിന്റെ മുൻ ഭർത്താവ് സഞ്ജയ് കപൂർ അന്തരിച്ചത്. ഇംഗ്ലണ്ടിൽ പോളോ കളിക്കുന്നതിനിടെ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. കരിഷ്മയുമായുള്ള വിവാഹമോചന വാർത്ത ബോളിവുഡിൽ വലിയ കോളിളക്കമാണ് ഉണ്ടാക്കിയത്. ആദ്യ ഭാര്യയുമായി വിവാഹമോചിതനായതിനുശേഷമാണ് സഞ്ജയ് കരിഷ്മയെ വിവാഹം ചെയ്തത്. 2003 വിവാഹം. പക്ഷേ 2014 കരിഷ്മ വിവാഹമോചനത്തിന് കോടതിയെ സമീപിച്ചു. ഭർത്താവിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് കരിഷ്മ വെളിപ്പെടുത്തിയത്. ക്രൂരമായ പീഡനം മാത്രമല്ല നേരിട്ടതെന്നും സുഹൃത്തുക്കൾക്കൊപ്പം കിടക്ക പങ്കിടാൻ സഞ്ജയ് നിർബന്ധിക്കുമെന്നുമായിരുന്നു കരിഷ്മയുടെ പരാതി. എന്നാൽ തന്റെ പണം മാത്രം മോഹിച്ചാണ് കരിഷ്മ തന്നെ വിവാഹം ചെയ്തതെന്നാണ് സഞ്ജയ് പറഞ്ഞത്. കാരണം സഞ്ജയ് ബോളിവുഡിലെ ഏതൊരു നടനേക്കാളും കോടികളുടെ സ്വത്തിന് ഉടമയായിരുന്നു. 2022 2024 സഞ്ജയുടെ ആസ്തി 13,000 കോടി രൂപയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. അതായത് ബോളിവുഡ് താരങ്ങളിൽ ഏറ്റവും ധനികനായ ഷാരൂഖിനേക്കാൾ ആസ്തി സഞ്ജയ്ക്കുണ്ടായിരുന്നു. 7,700 കോടി രൂപയാണ് ഷാരൂഖിന്റെ ആസ്തി. 2,000 കോടി രൂപയോളം ആസ്തിയുള്ള കപൂർ കുടുംബത്തിന്റെ പക്കൽ സഞ്ജയുടെ ആസ്തിയുടെ 1/5 മാത്രമാണുള്ളത്. ദാമ്പത്യം പിരിഞ്ഞതോടെ കുട്ടികളുടെ സംരക്ഷണത്തിനായി 14 കോടി രൂപ വിലമതിപ്പുള്ള 2 ബോണ്ടുകളാണ് സഞ്ജയ് വാങ്ങിയത്. വിവാഹമോചന സമയത്ത് സഞ്ജയ് കപൂറിന്റെ പിതാവിന്റെ ഉടമസ്ഥതയിലുള്ള വീട് കരിഷ്മയ്ക്കും ലഭിച്ചു. 1996 ഫാഷൻ ഡിസൈനറായ നന്ദിത മെഹ്താനിയാണ് സഞ്ജയ് ആദ്യം വിവാഹം ചെയ്തത്. 4 വർഷത്തിനുശേഷം ഇരുവരും വേർപിരിഞ്ഞു. പിന്നീട് 2003 കരിഷ്മയെ ജീവിതപങ്കാളിയാക്കുന്നത്. കരിഷ്മയുമായി വേർപിരിഞ്ഞ ശേഷം 2017 മോഡലായ പ്രിയ സച്ചേവിനെ സഞ്ജയ് വിവാഹം ചെയ്തു. ഈ വാർത്ത ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തൂ. സബ്സ്ക്രൈബ് ചെയ്യൂ ബബിൾകം മീഡിയ.